ഹായ് ഡിയർ, സാരിയാണ് ഫ്രം ആരിസോൺ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹോം മെയ്ഡായിട്ട് സെയിൽ ചെയ്യുന്ന ഹെന്നയെക്കുറിച്ചാണ് കേട്ടോ. അപ്പോൾ ഹെന്ന എന്ന് പറയുന്നത് നമ്മുടെ ഇത് പൗഡറല്ല, പേസ്റ്റ് രൂപത്തിലാണ്. നിങ്ങളുടെ മുന്നിലേക്ക് ഒരു പ്രൊഡക്റ്റ് എത്തുമ്പോൾ എത്രത്തോളം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു അല്പം നിർബന്ധം ഉണ്ടായിരുന്നു. അതും നിങ്ങൾക്ക് നല്ല രീതിയിൽ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു രൂപത്തിൽ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. ഹെന്ന ഉപയോഗിക്കുമ്പോൾ ഒരുപാട് പേര് പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല. എന്തിനാണ് ഹെന്ന ഉപയോഗിക്കുന്നത് പോലും നിങ്ങൾക്കറിയില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത്. ഒത്തിരി സംശയങ്ങളും കാര്യങ്ങളും എനിക്ക് മെസ്സേജ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഇന്ന് ഞാൻ മറുപടി തരുവാണ് കേട്ടോ. ഹെന്ന പലരും വിചാരിച്ചിരിക്കുന്നത് ഹെയറിന് കളർ കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഹെന്ന യൂസ് ചെയ്യുന്നത് എന്നാണ്. അത് വളരെയധികം തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. ഹെയറിന് ഒരിക്കലും ഹെന്ന ഉപയോഗിച്ചാൽ നല്ല ബ്ലാക്ക് കളർ കിട്ടില്ല. ഹെന്ന ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കൊരു റെഡിഷ് ആയിട്ടുള്ള കളർ മാത്രം കിട്ടുള്ളൂ. ബാക്കി വീഡിയോ കാണുന്നതിന് മുമ്പ് ആമസോണിൽ ഗ്രേറ്റ് റിപ്പബ്ലിക് ഡേ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വാങ്ങിയാൽ ഇരട്ടി വാങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു കുർത്തി അതിൽ നിന്ന് വാങ്ങിയതാണ്. ഇപ്പോൾ ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സംഭവമാണ്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കളറാണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ മെറ്റീരിയൽ വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും നല്ലതാണ് കേട്ടോ. പിന്നെ ഇതിൻ്റെ സ്ലീവ് ഒരു പ്രത്യേക തരമാണ്. പകുതി വരെ വന്നിട്ട് പിന്നെ അങ്ങോട്ട് ഫ്ലീറ്റ് ആണ്. പിന്നെ ഇതുപോലെ 3 ലെയറായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിൽ ഏറ്റവും നന്നായിട്ട് തോന്നിയത് ഈ ഒരു ചുരുക്കാണ്. ഇവിടെ എലാസ്റ്റിക് ഇട്ടിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട്. മുട്ടിന് മേലെ വരെ നിൽക്കുന്ന നല്ല മെറ്റീരിയൽ ഒരു ഇതാണ്. ജീൻസിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വന്നിട്ട് ഞാനൊരു ഇതുപോലുള്ളൊരു കഫ്താൻ മോഡൽ ടോപ്പാണ് വരുത്തിയിട്ടുള്ളത്. ഷിഫോൺ പോലത്തെ ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഇത് പ്ലെയിൻ ആണ്, ഇതുപോലെ പൂക്കളായിട്ട്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു വള്ളിയുണ്ട്. ഇത് നമുക്ക് ടൈറ്റ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയിപ്പോൾ മെഷീനിൽ പോയി ഷേപ്പ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇത് ഷിഫോൺ ടൈപ്പ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഇതിന് ഇതുപോലെ ഒരു ഇന്നർ കൂടി ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒരു ഇന്നറാണ്. ശരിക്കും ഒരു പെറ്റിക്കോട്ട് പോലെയൊക്കെ രൂപത്തിലുള്ള ഒരു ഇന്നറാണ് കേട്ടോ ഇതിനുള്ളത്. അപ്പോൾ ഇത് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുവഴി പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അത്രയും കിട്ടുള്ളൂ. ഇപ്പോൾ ഈ ഒരു ഹെയറിൽ നല്ല വൈറ്റ് ആയിട്ടുള്ള ഹെയർ കാണുന്നുണ്ട്. വൈറ്റും അതുപോലെ തന്നെ ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് കാണുന്നത്. നമ്മൾ ഈ ഹെന്ന തലയിൽ യൂസ് ചെയ്യുമ്പോൾ തലയോട്ടിയിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും ഒരുപാട് പരിഹാരം ഉണ്ടാകുന്നു. അതുപോലെ തന്നെ സ്കിൻ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിലത്തൊക്കെ പോകുന്ന സമയത്ത് പല ക്രീമുകളൊക്കെ തേക്കാറുണ്ട്. അൾട്രാവയലറ്റ് രശ്മികളും സൂര്യൻ്റെ ചൂടൊക്കെ ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ തലയിലേക്കൊന്നും ചെയ്യുന്നില്ല? അൾട്രാവയലറ്റ് രശ്മികൾ നമ്മുടെ തലയിലേക്ക് എത്തുന്നതിൽ ഒരുപാട് എന്താ പറയുക പ്രശ്നങ്ങളൊന്നും ഇല്ലാതാക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മുടെ ഹെന്ന. എൻ്റെ ഹെന്നയല്ല, പൊതുവെ എല്ലാ ഹെന്നയും അങ്ങനെ ഉപയോഗിക്കാവുന്നതാണ്. ചെറിയ കുട്ടികൾക്ക് പോലും നമുക്ക് ഹെന്ന യൂസ് ചെയ്ത് കൊടുക്കാം. മുടി നിരക്കുന്നത് വരെ കാത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. തലക്ക് തണുപ്പ് തരാനും അതുപോലെ തന്നെ തലയോട്ടിയിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കൊക്കെയുള്ള സൊല്യൂഷനാണ് നമ്മൾ തലയിൽ ഹെന്ന ഇട്ട് കൊടുക്കുന്നത്. എപ്പോഴും ഹെന്ന യൂസ് ചെയ്യുന്ന സമയത്ത് കെമിക്കലൊന്നും ഇല്ലാത്ത പ്രകൃതിദത്തമായ രീതിയിലുള്ള ഹെന്ന യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഹെയർ ഡ്രൈ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബാക്കിയുള്ള മുടികൾ കൂടി നിരക്കും. അതുപോലെ ഭാവിയിൽ ഷുഗർ അങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങളൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഹെന്ന ഉപയോഗിക്കുന്നത് കൊണ്ട് നമ്മുടെ മുടി പൊട്ടിപ്പോകുന്ന തടയാനും അതുപോലെ തന്നെ താരൻ, ചൊറിച്ചിൽ, മുടിക്ക് തണുപ്പ് നൽകാനും ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് ഹെന്ന നല്ലതാണ് കേട്ടോ. നമ്മുടെ ഹെന്ന എന്ന് പറയുന്നത് യാതൊരുവിധ കെമിക്കലും ഇല്ലാത്ത ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെന്നയാണ്. ഹെന്ന പൗഡറല്ല, നമ്മൾ കട്ടൻ ചായയിലൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അയൺ കണ്ടൻറ്റിലൊക്കെ, അതായത് ഇരുമ്പിൻ്റെ ചട്ടിയിലൊക്കെ തയ്യാറാക്കി എടുക്കുന്ന നല്ല ഹെന്നയാണ്. ഈ ഹെന്ന യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ മുടി നല്ല റെഡിഷായിട്ട് കിട്ടും. ഒരിക്കലും ഞാൻ ഹെന്ന യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് കറുത്ത് വരുമെന്ന് പറയില്ല. അത് ശുദ്ധമായ മണ്ടത്തരമാണെന്നേ പറയുള്ളൂ. ഈ ഹെന്ന യൂസ് ചെയ്യുന്ന സമയത്ത് ഏതൊരു ഹെന്നയും യൂസ് ചെയ്യുമ്പോൾ റെഡ് കളർ മാത്രം കിട്ടുള്ളൂ. പിന്നീട് നമ്മൾ നീലാമരി അപ്ലൈ ചെയ്യുമ്പോൾ, ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഹെന്ന യൂസ് ചെയ്തിട്ട് 2 മണിക്കൂർ തലയിൽ വെച്ചതിന് ശേഷം വാഷ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുള്ളൊരു കളറാണ് ഈ കാണുന്നത്. ഈ ഒരു കളറിൽ മാത്രം നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. ഇത് തന്നെ നമുക്ക് ഇങ്ങനെ തന്നെ പോകുന്നതാണ് നല്ലത്. പിന്നെ നമുക്ക് നല്ല ബ്ലാക്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നീലാമരി കൂടി അപ്ലൈ ചെയ്യണം. ഏത് നീലാമ്പരി നിങ്ങൾ ഷോപ്പിൽ മേടിച്ച് യൂസ് ചെയ്യുമ്പോഴും
ശ്രദ്ധിക്കേണ്ടത് യാതൊരുവിധ കെമിക്കലും ഇല്ലാത്തതാവണം. നീലാംബരി എന്ന് പറയുന്നത് നമ്മുടെ മുറ്റത്തേക്ക് ഉണ്ടാകുന്ന ഒരു ചെറിയ ഇലയോട് കൂടിയ ഒരു ചെടിയാണ്, ഒരു ചെറിയ ചെടിയാണ് കേട്ടോ. വയലറ്റ് കളർ പൂക്കളൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടി. ഇതിൽ നിന്നാണ് നമ്മൾ എന്താ പറയുക തലയിലിടാനുള്ള നീലാംബരി പൗഡർ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഈ പൗഡർ ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ പച്ചവെള്ളത്തിലോ നന്നായി മിക്സ് ചെയ്ത് പേസ്റ്റ് രൂപത്തിലാക്കണം. അതിനുശേഷം മാത്രം നമുക്ക് തലയിലേക്ക് തേച്ച് പിടിപ്പിക്കാനായിട്ട് കഴിയുള്ളൂ. ഒരിക്കലും നീലാംബരി മിക്സ് ചെയ്തതിന് ശേഷം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യരുത്. എപ്പോഴാണോ നമ്മൾ തലയിൽ തേക്കാനായിട്ട് തയ്യാറെടുക്കുന്നത് ആ സമയത്ത് തന്നെ നമ്മൾ മിക്സ് ചെയ്യുക, അപ്പോൾ തന്നെ തലയിലേക്ക് അപ്ലൈ ചെയ്യുക. മൈലാഞ്ചി യൂസ് ചെയ്യാണ്ട് ഒരിക്കലും നീലാംബരി ഡയറക്റ്റായിട്ട് തലയിലേക്ക് ഇട്ടാലും നമുക്ക് കളർ കിട്ടില്ല കേട്ടോ. മൈലാഞ്ചി ഇട്ട് ഇതുപോലെ കളർ വന്ന ഹെയറിൽ മാത്രം നമുക്ക് നീലാംബരി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നീലാംബരി ഇതുപോലെ എല്ലാ ഹെയറിലും അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും കുറഞ്ഞ തലയിൽ വെക്കാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ എല്ലാ മുടിയിലേക്കും നമുക്ക് നീലാംബരി തേച്ച് കൊടുക്കണം. എന്നിട്ട് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമലി നമുക്ക് പച്ചവെള്ളത്തിൽ സോപ്പ് ഉപയോഗിക്കാതെ കഴുകിക്കളയണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ബ്ലാക്ക് രീതിയിലുള്ള നമ്മുടെ ഹെയർ കിട്ടുള്ളൂ. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുന്ന ഹെന്നയും അതുപോലെ തന്നെ നീലാംബരി ആകുമ്പോൾ യാതൊരുവിധ കെമിക്കലും യൂസ് ചെയ്യാനിട്ടാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. കുട്ടികളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ കുട്ടികൾക്ക് നീലാംബരി അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നേരെയുള്ളവർ മാത്രം നീലാംബരി യൂസ് ചെയ്താൽ മതി. കുട്ടികളിൽ നല്ല ഹെയർ വളർച്ച ഉണ്ടാക്കാനും അതുപോലെ തന്നെ മുടി പൊട്ടിപ്പോകാതിരിക്കാനും നല്ല കരുത്തോടും കൂടി നല്ല സിൽക്കിയും അതുപോലെ സോഫ്റ്റും ആയിട്ടുള്ള ഹെയർ വരാനും നമുക്ക് ഹെന്ന യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. പല ആളുകളും ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത്, അതായത് ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന സമയത്ത് മൈലാഞ്ചി, നെല്ലിക്ക പോലുള്ള സാധനങ്ങളൊക്കെ തലയിൽ യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെയാണ് ഹെന്ന യൂസ് ചെയ്യുമ്പോഴും ഹെന്നയിൽ ഈ പറഞ്ഞതുപോലെ മുടിയുടെ എല്ലാ ആരോഗ്യത്തിനുള്ള സംഭവങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളോട് തല നിരക്കുന്നതിന് മുമ്പ് തന്നെ തലയിൽ മാസത്തിൽ ഒരിക്കലെങ്കിലും ഹെന്ന യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു നീലാംബരിയുടെ മിക്സ് നന്നായിട്ട് തലയിൽ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം ഒരു 2 മണിക്കൂർ. അതിനുശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനത്തെ നല്ല ബ്ലാക്ക് ആയിട്ടുള്ള മുടി കിട്ടിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു ചെറിയ ബ്രൗണിഷ് വേണമെന്നുണ്ടെങ്കിൽ 1 മണിക്കൂർ യൂസ് ചെയ്തിട്ട് കഴുകിക്കളയാം. ഇപ്പോൾ ഞാനൊരു ഏകദേശം 1 മണിക്കൂർ യൂസ് ചെയ്തപ്പോഴേക്കും നമുക്ക് ഈ ഒരു ഹെയറിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂർ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കറുത്ത രീതിയിലുള്ള ഹെയർ കിട്ടുന്നതാണ്. ഇനി നീലാംബരി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണമെന്നില്ല. മൈലാഞ്ചിയുടെ നല്ല റെഡ് കളറ് തലയിലുള്ളിടത്തോളം കാലം മൈലാഞ്ചി ഇടാണ്ട് നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഈ ഒരു നീലാംബരിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു ഹെന്നയുടെ പൗച്ച് എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലുള്ളൊരു പൗച്ചിലാണ് നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മൾ ഈ ഒരു ഹെന്ന എന്താ പറയുക പൾപ്പ് എത്തിക്കുന്നത്, പേസ്റ്റ് എത്തിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് 3 ദിവസം വരെ സാധാരണ പുറത്ത് വെക്കാവുന്ന, അതായത് ഫ്രിഡ്ജിലല്ലാണ്ട് പുറത്ത് വെക്കാവുന്നതാണ് കേട്ടോ. 3 ദിവസം കഴിഞ്ഞ് നമ്മൾ ഫ്രീസറിലേക്ക് ഇത് മാറ്റണം. 6 മാസം വരെ നമ്മുടെ ഈ ഒരു പേസ്റ്റ് ഫ്രീസറിൽ ഒരു കേടുപാടും കൂടാതെ ഇരിക്കുന്നതാണ്. ഈ ഒരു പൗച്ചിലുള്ള ഈ ഒരു പേസ്റ്റ് നമുക്ക് 3 തവണ, എത്ര ഹെയർ ഉള്ളവർക്കാണെങ്കിൽ പോലും 3 തവണ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമ്മളെപ്പോഴും തണുപ്പോടും കൂടി തലയിലേക്ക് അപ്ലൈ ചെയ്യാതിരിക്കുക. തലേ ദിവസം രാത്രി ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വെക്കുക. എന്നിട്ട് രാവിലെ ആകുമ്പോൾ നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഒരു റൂം ടെമ്പറേച്ചറിലേക്ക് ഇത് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാപ്പ് ഓപ്പൺ ആക്കിയതിന് ശേഷം ഡയറക്റ്റായിട്ട് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊരു പാത്രത്തിലേക്കോ അല്ലെങ്കിൽ എന്താ പറയുക മറ്റുള്ളതിലേക്കോ ഒന്നും മാറ്റാതെ നമുക്ക് സിമ്പിളായിട്ട് ഇത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനുശേഷം ക്യാപ്പ് നമുക്ക് മൂടിയിട്ടിട്ട് ഫ്രീസറിലേക്ക് മാറ്റാം. ഇതൊരു 6 മാസം കഴിഞ്ഞ് 6 മാസം വരെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് മാസത്തിൽ 1 തവണ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കിത് 3 പ്രാവശ്യം ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് ഓർഡർ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ വേഗം ഒന്ന് ബുക്ക് ചെയ്തോളൂ. ഇനി ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, നമ്മുടെ ഈ ഒരു ഹെന്ന മിക്സ് ഇഷ്ടമായി എന്ന് പറഞ്ഞവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളവർക്കും കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം മാരി ഫ്രം മാരി 7. താങ്ക് യു.